എല്ലാവർക്കും നമസ്കാരം. പൂരവും തുള്ളലും കഥകളി മേളവും പൂപ്പന്തലും തെയ്യവും പുള്ളൂർക്കുടങ്ങളും കൊയ്ത്തും നിലാവും ഉണരുന്ന മലയാള മണ്ണിൽ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ ഉണരുന്ന തൃശ്ശൂർ പേരൂർ. പൂരത്തിൻ്റെ കേളികൊട്ടും പുലിക്കളിയുടെ താളങ്ങളും ഈ നാടിൻ്റെ ഗതകാല സ്മരണകൾക്ക് സിന്ദൂരമണിയിക്കുന്നു. തൃശ്ശൂർ പേരൂരിൻ്റെ ഓരം ചേർന്ന് നിളയിലെ കടത്തു തോണിക്കാരൻ്റെ പാട്ടിന് കാതോർത്ത് കലാമണ്ഡലത്തിൻ്റെ കളിവിളക്കിൻ്റെ വെളിച്ചത്തിൽ കലയുടെ ആചാര്യന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിൽ മഹാരഥന്മാർ നടന്നുപോയ കളരികൾ അരികിൽ വിയൂർ എന്ന ഈ ഗ്രാമം. ഇടതൂർന്നു നിൽക്കുന്ന ഹരിതവൃക്ഷങ്ങൾ, ചുറ്റും മാമരങ്ങൾ നിഴൽ വിരിക്കുന്ന മയിലുകൾ നൃത്തമാടുന്ന മണ്ണിൽ അരുണൻ സ്വർണ്ണവർണ്ണമാർന്ന കിരണങ്ങൾ വാരി വിതറി പ്രഭാതരത്തിൽ സവാരി തുടങ്ങും മുമ്പേ പരേഡിൻ്റെ ചടുലതാളങ്ങൾ കേട്ടുണരുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമി. കത്തിയേറിയുന്ന വേനൽക്കാലത്തും നേർത്ത മഞ്ഞുതുള്ളികൾ പരവതാനി വിരിക്കുന്ന മകരമാസത്തിലും പുഴകളും നദികളും നിറകവിഞ്ഞൊഴുകുന്ന കാലവർഷത്തിലും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന ഇടിമിന്നൽ പിണറുകൾ മണ്ണിൻ്റെ മാറിൽ പെയ്തിറങ്ങുന്ന തുലാവർഷ പേമാരിയിലും പിഴയ്ക്കാത്ത ചുവടുകളും ഇടറാത്ത ഹൃദയങ്ങളും നെയ്തെടുക്കുന്ന മഹത്തായ ഗുരുകുലം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി. ഇവിടെ ഈ മംഗളമുഹൂർത്തത്തിൽ ഒരു മഹത്തായ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. മാനവ സേവന തപസ്യയുടെ പ്രതിജ്ഞാ മന്ത്രങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന ധന്യ നിമിഷം സമാഗതമാവുകയാണ്. കഠിന പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ അഗ്നിശമന രക്ഷാപ്രവർത്തന പാഠങ്ങൾ നൽകുന്ന ആത്മധൈര്യവുമായി നിതാന്ത ജാഗ്രതയോടെ ചിമ്മാത്ത കണ്ണുകളുമായി കേരളീയ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി കേരളത്തിന് നെടുകയും കുറുകയും ഇവർ വരുന്നു. നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്നും അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കി 98ാമത് ബാച്ച് സബ് ഓഫീസർ കോഴ്സിലെ 4 പരിശീലനാർത്ഥികൾ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ 41ാമത് ബാച്ചിലെ 37 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 42ാമത് ബാച്ചിലെ 19 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 34ാമത് ബാച്ചിലെ 37 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാർ എന്നിവർ അടങ്ങുന്ന 97 പേർ ഇന്ന് ഈ ഗുരുകുലത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി നിങ്ങൾക്കരികിലേക്ക് വരുന്നു. ദിവസത്തിൻ്റെ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന സേനാ വിഭാഗത്തിൻ്റെ ഭാഗമാകുന്ന ഈ യുവഹൃദയങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ 5000-ഓളം വരുന്ന സേനാംഗങ്ങൾക്ക് പുറമെ 3000 ഹോംഗാർഡുകളും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പരിശീലനം നൽകിയ 4500 ആപ്ത മിത്ര വോളണ്ടിയർമാരും 7000-ൽ പരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഈ സേനയ്ക്കുണ്ട്. ഇതിൽ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ബ്രാസ് ബാൻഡ് വിഭാഗം എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന 4 സബ് ഓഫീസേഴ്സ് ട്രെയിനികളിൽ അടിസ്ഥാന യോഗ്യതയുള്ള 2 പേരും 2 ബിരുദാനന്തര ബിരുദധാരികളും ഉൾപ്പെടുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന 93 ട്രെയിനികളിൽ അടിസ്ഥാന യോഗ്യതയുള്ള 17 പേരും 3 ബിരുദാനന്തര ബിരുദധാരികളും 10 ബിടെക് ബിരുദധാരികളും 46 ബിരുദധാരികളും 11 ഡിപ്ലോമക്കാരും IT യോഗ്യതയുള്ള 6 പേരും ഉൾപ്പെടുന്നു. 2024 ജൂലൈ 30-ന് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമറ്റത്തും ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശത്തുമുണ്ടായ ഉരുൾപൊട്ടൽ ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ വലിയ ഒന്നായിരുന്നു. ആൾനാശത്തിൻ്റെ കണക്കെടുത്താൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ മാറിക്കഴിഞ്ഞു. 2019-ൽ വയനാട്ടിൽ തന്നെയുള്ള പുത്തുമലയിലും മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും 2020-ൽ ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിലും ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ 10 മടങ്ങ് ആഘാതമാണ് 2024 ജൂലൈ അവസാനത്തിൽ മേപ്പാടി പഞ്ചായത്തിൽ പെയ്ത പേമാരി കേരള ജനതയുടെ മനസ്സിനേൽപ്പിച്ചത്. 350-ഓളം പേർ മരണപ്പെട്ടു, 78-ഓളം പേരെ കാണാതായി, 400-ഓളം പേർക്ക് പരിക്കേറ്റു, 1555 വീടുകൾ നാമാവശേഷമായി, 1500 ഏക്കറോളം കൃഷിഭൂമിയാണ് നഷ്ടപ്പെട്ടത്. 17 കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത വിധമാണ് പ്രകൃതി സംഹാര താണ്ഡവമാടിയത്. സമാനതകളില്ലാത്ത ദുരന്തത്തിനിടയിൽ സമാനതകളില്ലാത്ത അതിജീവന ചരിത്രവും വയനാട് ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായുണ്ട്. ആദ്യ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകൾ
പുറം ലോകം അറിയുന്ന സമയത്ത് തന്നെ സംഭവസ്ഥലത്ത് കുതിച്ചെത്തിയ കേരള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന നിലയിൽ സ്വജീവൻ മറന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിയത്. രക്ഷാസേന സംഭവസ്ഥലത്തെത്തിയ ശേഷമുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. പിന്നീട് നടന്ന ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ കേരള അഗ്നിരക്ഷാ സേനയുടെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടവയാണ്. ചളിയിൽ പുതഞ്ഞ് രക്ഷയ്ക്കായി അപേക്ഷിച്ച ആളെ രക്ഷപ്പെടുത്തിയതും പാലം തകർന്ന മറുകറയിൽ കുടുങ്ങിയ നൂറുകണക്കിന് ആളുകളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ എക്സ്റ്റൻഷൻ ലാഡർ ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ മറുകരയെത്തിക്കുന്നതും ലോകം മുഴുവൻ തത്സമയം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. കൊച്ചുകുഞ്ഞിനെ മാർത്തടക്കി പിടിച്ച് ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ നടത്തിയ കേരള അഗ്നിരക്ഷാ സേനയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘം കേരള ജനതയുടെ മുഴുവൻ പ്രശംസയ്ക്ക് പാത്രമായി. നൂറുകണക്കിന് ആളുകളെ സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ കേരള അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് സംഘങ്ങളും ചേർന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. വയനാടിൻ്റെ കണ്ണീർ ഒഴുകിയെത്തിയത് സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ചാലിയാറിലേക്കായിരുന്നു. വയനാട്ടിൽ ദുരന്തം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ചാലിയാറിൽ മൃതദേഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. കൈകാലുകൾ വേർപെട്ടും ഛിന്ന ഭിന്നമായും ഒഴുകിയെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തി വയനാട്ടിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവരിൽ ഈ പരേഡിൽ പങ്കെടുക്കുന്ന ട്രെയിനുകളിൽ ചിലരും ഉൾപ്പെട്ടിരുന്നു. ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിനിടെ ഉയരത്തിൽ കുടുങ്ങിയ 2 കുഞ്ഞുങ്ങളടക്കം ഒരു കുടുംബത്തിലെ 4 പേരെയും ഒരു ജീവനക്കാരിയെയും കേരള അഗ്നിരക്ഷാ സേന ആശങ്കയുടെ മുൾമുനയിൽ നിന്നും ആശ്വാസത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറക്കുന്ന കാഴ്ച ശ്വാസം അടക്കി പിടിച്ചാണ് കേരളം വാർത്താ ചാനലിലൂടെ നേരിട്ട് കണ്ടത്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ യന്ത്രത്തകരാറ് മൂലം 125 അടിയോളം ഉയരത്തിൽ 2.5 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന 5 പേരെയും താഴെ ഇറക്കിയപ്പോൾ ഒരു അടിയന്തര ഘട്ടത്തെ നേരിടുന്നതിൽ കേരള അഗ്നിരക്ഷാ സേനയിലെ സേനാംഗങ്ങൾ ആർജിച്ച മനസാന്നിധ്യവും വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂവിലെ പ്രാവീണ്യവുമാണ് ലോകം കണ്ടത്. ഈയിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ടായ അഗ്നിബാധ ആശങ്കകളില്ലാത്ത വിധം തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാനായതും ജനങ്ങളുടെ മനസ്സിൽ കേരളത്തിൻ്റെ അഗ്നിസുരക്ഷാ സേവനങ്ങളെക്കുറിച്ചുള്ള ഏറെ മതിപ്പുളവാക്കിയ പ്രവർത്തനമാണ്. അടിമാലിയിൽ തകർന്നു വീണ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടന്ന ദമ്പതിമാരെ പുറത്തെടുക്കുന്നതിനായി കെട്ടിടത്തിൻ്റെ സ്ലാബുകളിലെ ലോഡ് ജാക്കികളിലേക്ക് മാറ്റി അതിനടിയിലേക്ക് ഇറങ്ങി സ്വജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാശ്രമങ്ങളും ഏറെ പ്രശംസ പിടിച്ചുപറ്റി. മലപ്പുറം കോട്ടക്കലിലുണ്ടായ തീപിടുത്തത്തിൽ പുറത്തു കടക്കാനാവാതെ കെട്ടിടത്തിനകത്തു കുടുങ്ങി അബോധാവസ്ഥയിലായ 2 യുവാക്കളെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർത്ത് ബ്രീത്തിങ് അപ്പാരറ്റസ് ധരിച്ച് അകത്തുകടന്ന് ഒരാളെ ലാഡറിലൂടെ ക്യാരിയിങ് ഡൗൺ മെത്തേഡിലൂടെയും മറ്റൊരാളെ സ്ട്രക്ചർ ഉപയോഗിച്ച് റോപ്പിലൂടെ രക്ഷപ്പെടുത്തിയ കാഴ്ചയും കേരളം കണ്ടു. പത്തനംതിട്ട കോന്നിയിലെ പാറമടയിൽ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയിലെ ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുക്കുന്നതിനായി അടർന്നു വീണുകൊണ്ടിരിക്കുന്ന കരിങ്കൽ പാളികൾക്കിടയിലൂടെ റോപ്പ് വഴി ഇറങ്ങി ലോങ് ബൂം പ്രൊക്ലൈനർ പ്രവർത്തിപ്പിച്ച് പാറക്കഷ്ണങ്ങൾ നീക്കി മൃതദേഹം വീണ്ടെടുക്കുന്നതിനായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളും അഗ്നിരക്ഷാ സേനയ്ക്ക് അഭിമാനമായി. ഈ ഗുരുകുലത്തിൻ്റെ ഗോപുരം കടന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കുടുംബത്തിൻ്റെ ക്ഷണം ഹൃദയപൂർവ്വം സ്വീകരിച്ച് പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന യുവരക്തങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്മകൾ നേരാനെത്തിയ ബഹുമാന്യ ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തികളെയും സേനാംഗങ്ങളുടെ ബന്ധുമിത്രാദികളെയും വാർത്തകളുടെ സത്യത്തിലേക്ക് തൂലിക ചലിപ്പിക്കുന്ന നേരറിവുകളിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുന്ന ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അഭ്യുദയകാംക്ഷികളെയും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർമ്മസാക്ഷിയായ ദിനകരൻ്റെ പൊൻകതിർ കുലകളാൽ ധന്യമായ ഈ സുദിനം, ഈ ദിനത്തിന് ചാരുത പകർന്നുകൊണ്ട് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സും മൺപുറ്റുകളിൽ തപസ്സിരിക്കുന്ന സഹനത്തിൻ്റെ കോട്ടയും തീർത്ത് 1000 വർണ്ണച്ചിറകുകൾ വിടർത്തി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഉണർവും ഊർജവും ആവേശവുമായി തീവ്ര പരിശീലനത്തിലൂടെ നേടിയ കരുത്തും കഴിവും പ്രകടിപ്പിക്കുവാൻ ഏതു ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിച്ച് തൻ്റെ ജീവൻ പോലും തൃണവൽഗണിച്ച് തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം വൈമനസ്യമില്ലാതെ ഏറ്റെടുത്ത് സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും മുന്നണി പോരാളികളായി 97 ട്രെയിനുകൾ ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡിനായി നിങ്ങളുടെ മുന്നിൽ അണിനിരക്കുകയായി.
ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ പദചലനങ്ങൾക്കായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ പുതുതായി രൂപീകരിച്ച ബ്രാസ് ബാൻഡ് വിഭാഗത്തിലെ സംഗീതജ്ഞന്മാർ മീട്ടുന്ന ഫോളിൻ കോൾ മുഴങ്ങുമ്പോൾ പരിശീലനത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് പരേഡ് സെക്കൻഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട 98ാമത് ബാച്ച് സബ് ഓഫീസർ ട്രെയിനിയായ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല താലൂക്കിൽ നാവായിക്കുളം ദേശത്ത് ധന്യാഭവൻ വീട്ടിൽ ശ്രീ മോഹനൻ്റെയും ശ്രീമതി രാജീവ് മോഹൻ്റെയും മകനായ ശ്രീ വിഷ്ണുമോഹൻ പരിശീലനം പൂർത്തിയാക്കിയ 97 ട്രെയിനികളെയും ഈ മൈതാന മധ്യത്തിലേക്ക് ആനയിക്കുന്നു. Left and right, turn! Break! Open order, march! Break! Hold the center, trust! കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ നഗരത്തിൽ ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ 2007 ജൂലൈ 4 ബഹുമാനപ്പെട്ട അന്നത്തെ കേരള മുഖ്യമന്ത്രി അവർകളാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് തൊട്ട് കാലത്തോടൊപ്പം നടന്ന് ആധുനിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായ ഭടന്മാരെ വാർത്തെടുക്കുന്ന പഠന കേന്ദ്രമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ദ്രോണാചാര്യന്മാരെ നയിക്കപ്പെട്ട് ഇന്ന് വളർച്ചയുടെ ഉന്നത പടവുകളിൽ എത്തി നിൽക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ എല്ലാവിധ നേട്ടങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ നിതിൻ അഗ്രവാൾ IPS DGP അവർകൾ, ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ M നൗഷാദ് അവർകൾ, ബഹുമാനപ്പെട്ട ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ശ്രീ അരുൺ അൽഫോൺസ് അവർകൾ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ MG രാജേഷ് അവരുടെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർമാരായ സർവശ്രീ റെനി ലൂക്കോസ്, ജോജി AS, ദിലീപ് SL എന്നിവരുടെ മേൽനോട്ടത്തിൽ അക്കാദമിയിലെയും വിവിധ നിലയങ്ങളിലെയും ഓഫീസർമാരും ഇൻസ്ട്രക്ടർമാരും ഇതര ജീവനക്കാർ ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പിലെ വിദഗ്ധന്മാരുടെയും നിസ്വാർത്ഥ സേവനവും ജനങ്ങൾക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഉതകുന്ന തരത്തിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ച് സ്വഭാവ രൂപീകരണത്തിലും ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനായി ശ്വസന സഹായം ഉപയോഗിച്ച് പുക നിറഞ്ഞ അറകളിലും വെള്ളത്തിനടിയിലും സീവേജ് ലൈനുകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, റബ്ബർ ഡിങ്കി, ഔട്ട്ബോർഡ് എഞ്ചിൻ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം, ഉയരങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, ലിഫ്റ്റിലുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തന പരിശീലനം, വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ, ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ, കമ്പ്യൂട്ടർ, വയർലെസ് നീന്തൽ പരിശീലനം, സ്കൂബ ഡൈവിംഗ് എന്നിവയിലുള്ള പരിശീലനം തുടങ്ങിയവ ഈ ട്രെയിനികൾക്ക് നേടിക്കൊടുക്കുന്നതിന് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപകരിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഓപ്പൺ ജീപ്പ്, സ്വാട്ട് എന്നീ സേവനം നൽകി സഹായിക്കുന്ന പോലീസ് വകുപ്പിനെയും
ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അഗ്നിയുടെ ഉദ്ഭവം എങ്ങനെയായിരിക്കാം, അതിൻ്റെ ചരിത്രം എന്തായിരിക്കും എന്നൊക്കെ അന്വേഷിച്ചാൽ തീർച്ചയായും അത് മാനവരാശിയുടെ ചരിത്രത്തെക്കാൾ പുരാതനമായിരിക്കും. വേട്ടയാടിയും പെറുക്കിത്തിന്നും ജീവിച്ചിരുന്ന വനവാസിയായിരുന്ന ആദിമ മനുഷ്യൻ കാട്ടുതീയിൽപ്പെട്ട് വെന്ത പദാർത്ഥങ്ങൾ ഭക്ഷിച്ചിരിക്കാം. അതിൻ്റെ രുചിയിൽ ആകൃഷ്ടനായി അവൻ ആഹാര സാധനങ്ങൾ ചുട്ടുകഴിക്കാൻ തീയാക്കുന്നതിന് വേണ്ടി മാർഗങ്ങൾ അന്വേഷിച്ച് പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തീയുണ്ടാക്കുവാനുള്ള വഴികളും കണ്ടെത്തി എന്നാണ് ചരിത്രമെങ്കിൽ, ആ കണ്ടുപിടുത്തം നടന്ന സമയമാണ് മാനവരാശിയുടെ പുരോഗതിക്ക് നാന്ദി കുറിച്ച ചരിത്ര ശുഭമുഹൂർത്തം. അവിടെ നിന്നിങ്ങോട്ടുള്ള മാനവ ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ നവയുഗത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ പ്രയാണം അഗ്നിച്ചിറകിലേറിയാണെന്ന് നമുക്ക് കാണാം. അഗ്നിക്ക് തീയെന്നും വളഞ്ഞോ മേൽപോട്ടോ കത്തിജ്വലിക്കുന്നതെന്നുമാണ് അർത്ഥം. അഗ്നി ബ്രഹ്മാവിൻ്റെ മൂത്ത പുത്രനാണെന്ന് വിഷ്ണു പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അഗ്നിക്ക് സോഹാദേവിയിൽ പാവകൻ, പാവമാനകൻ, ശുചി എന്നിങ്ങനെ 3 പുത്രന്മാരും അവർക്ക് മൂവർക്കും കൂടി 45 പുത്രന്മാരും ഉണ്ടായിരുന്നു. അഗ്നിയെയും അഗ്നിയുടെ പൗത്രന്മാരെ ഉൾപ്പെടുത്തിയാണ് 49 അഗ്നികൾ എന്ന് പറയുന്നത്. അഗ്നിക്ക് കരാളി, ഭൂമിനി, ശ്വേത, ലോഹിത, പവനി, നീലലോഹിത, സുവർണ എന്നീ 7 തരം ജ്വാലകളുണ്ട്. ഈ 49 അഗ്നികളുടെയും അവയുടെ ജ്വാലകളുടെയും ക്ഷോഭത്തിൽ താനും തൻ്റെ സമ്പത്തും അവിചാരിതമായി അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അഗ്നിയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും അവൻ ചിന്തിച്ചു തുടങ്ങി. ചരിത്രാതീത കാലം മുതൽക്കുള്ള മനുഷ്യപ്രയത്നം അവസാനിച്ചത് അഗ്നിശമന രക്ഷാസേനയുടെ രൂപീകരണത്തിലാണ്. ഈ സമയം പാസിംഗ് ഔട്ട് പരേഡിൻ്റെ സെക്കൻഡ് കമാൻഡർ പരേഡിൻ്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ 98th ബാച്ച് സബ് ഓഫീസർ ട്രെയിനി ശ്രീ മുഹമ്മദ് അജ്മൽ ഷായ്ക്ക് കൈമാറുന്നു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പടപ്പനാൽ ദേശത്ത് പ്ലാച്ചേരിൽ വീട്ടിൽ ശ്രീ നജിബുദ്ദീൻ്റെയും ശ്രീമതി നദീറയുടെയും മകനാണ് ഇന്നത്തെ പരേഡ് കമാൻഡറായ ശ്രീ മുഹമ്മദ് അജ്മൽ ഷാ. ഇപ്പോൾ പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ മുഹമ്മദ് അജ്മൽ ഷാ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരക്കുന്നത് 4 പ്ലട്ടൂണുകളാണ്. ഒന്നാമത്തെ പ്ലട്ടൂണിനെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ നെന്മാറ ദേശത്ത് നമ്പൂതിരിപ്പറമ്പിൽ വീട്ടിൽ ശ്രീ ചന്ദ്രൻ്റെയും ശ്രീമതി പ്രീതി ചന്ദ്രൻ്റെയും മകനായ ശ്രീ ജ്യോതിഷ് കുമാർ നയിക്കുന്നു. രണ്ടാമത്തെ പ്ലട്ടൂണിനെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ വടവന്നൂർ ദേശത്ത് മുല്ലയ്ക്കൽ കുളമ്പ് ശിവകൃപ വീട്ടിൽ ശ്രീ ചിദംബരൻ്റെയും ശ്രീമതി ഗീതയുടെയും മകനായ ശ്രീ അക്ഷയ് സി നയിക്കുന്നു. മൂന്നാമത്തെ പ്ലട്ടൂണിനെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ അറക്കുളം ദേശത്ത് കുന്നിക്കുനിയിൽ വീട്ടിൽ ശ്രീ സതീഷ് കുമാർ KS-ൻ്റെയും ശ്രീമതി ദീപ സതീഷിൻ്റെയും മകനായ ശ്രീ സന്ദീപ് സതീഷ് നയിക്കുന്നു. നാലാമത്തെ പ്ലട്ടൂണിനെ കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ ഉദിനൂർ ദേശത്ത് ചീറ്റ വീട്ടിൽ ശ്രീ രവീന്ദ്രൻ വൈക്കത്തിൻ്റെയും ശ്രീമതി കാർത്യായനി പിയുടെയും മകനായ ശ്രീ വിനീത് പി നയിക്കുന്നു. ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്തായി നിലകൊള്ളുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പിൽ പുതുതായി രൂപീകരിച്ച ബ്രാസ് ബാൻഡ് വിഭാഗമാണ്. ഈ പ്ലട്ടൂണിനെ റിട്ടയർഡ് ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഹരിദാസ് അവർകൾ നയിക്കുന്നു. ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ രാഗതാള ഭാവ ലയഭംഗി മീട്ടുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ സംഗീതജ്ഞന്മാരായ സർവശ്രീ സുർജിത് PC, ജോയ്ദാസ്, അനുരൂപ് ചിദംബരൻ, ഗിരീഷ് കൃഷ്ണൻ, അരുൺ R, രാജേഷ് കുമാർ PR, ജോളിദാസ്, സുരേഷ് കുമാർ TV,
ഗോഡ്വിൻ എ സി, അരുൺ എം ഇ, പ്രിയൻ സി, അരുൺ കെ, ജിസ്മോൻ ടി എം, ഗിബ്സൺ തോമസ്, ഷാദുരാജ് എം, അഖിൽ ഷഹിൻ ഷാ റഹ്മാൻ, രാഹുൽ എസ് നായർ, കൃഷ്ണദാസ്, അഭിരാം എന്നിവരാണ്. ഏറ്റവും പുരാതനമായ ഫയർ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് BC 3-ാം നൂറ്റാണ്ടിലെ മൗര്യൻ ഭരണകാലത്ത് ഉണ്ടായതായി അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അഗ്നിയുണ്ടാക്കുന്ന നാശത്തെ അഗ്നിപീഡനം എന്നും അഗ്നിശമന സേനയെ അഗ്നിപ്രതിവേധയ എന്നും പരാമർശിച്ചിരിക്കുന്നു. അതായത് അർത്ഥശാസ്ത്രത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പീഡനങ്ങൾ വരായുവാനും വരുകിൽ തടയാനുമേ വൃദ്ധിക്കും, സ്തംഭസംഘങ്ങൾ വരായുവാനും മുതിർന്നിടൂ എന്ന് ഈ സേനയ്ക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നു. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിൻ്റെ കീഴിൽ അഗ്നിശമന സേന ആരംഭിച്ചതായും 1629 ഇതേ കാലഘട്ടത്തിൽ ജപ്പാനിൽ ഹേക്കേഷി എന്നറിയപ്പെട്ടിരുന്ന ഫയർ സർവീസസ് ഉണ്ടായിരുന്നതായും നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ 1804 ഫ്രാൻസിൽ ഉണ്ടായിരുന്ന സാപ്പിയേഴ്സ് പോംബിയേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ഫയർ സർവീസസ് ഉണ്ടായിരുന്നതായും ഫ്ലിയർവെയർ എന്നറിയപ്പെട്ടിരുന്ന ഫയർ ബ്രിഗേഡ് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്നതായും 13 ലക്ഷം പേരുണ്ടായിരുന്ന വലിയൊരു ഫയർ സർവീസസ് വിഭാഗം അമേരിക്കയിൽ ഉണ്ടായിരുന്നതായും ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണാവുന്നതാണ്. ഇന്ത്യയിൽ 1887 ബോംബെ ഫയർ ബ്രിഗേഡ് നിലവിൽ വരികയും പിന്നീട് കൽക്കട്ടയിൽ 1888 മദ്രാസ് സിറ്റിയിൽ 1908 ഫയർ ബ്രിഗേഡുകൾ ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഫയർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത് 1914 മദ്രാസിലാണ്. 1942 മദ്രാസ് ഫയർ സർവീസസും 1950 വെസ്റ്റ് ബംഗാൾ ഫയർ സർവീസസും നിലവിൽ വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അക്കാഡമി ഡയറക്ടർ ശ്രീ MG രാജേഷ് അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അഭിമാനമായ അക്കാദമി ഇന്നത്തെ ഈ പാസിംഗ് ഔട്ടിലൂടെ ചരിത്രത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള 4 സ്റ്റേഷൻ ഓഫീസർമാരും 56 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും 37 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരുമാണ് ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിലൂടെ പുറത്തിറങ്ങുന്നത്. 2024 നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ സ്റ്റേറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്ന അംഗീകാരം ഫയർ സർവീസസ് അക്കാഡമിക്ക് ലഭിക്കുകയുണ്ടായി. ദേശീയ തലത്തിൽ നടത്തുന്ന വിവിധ കോഴ്സുകൾ 2025 ജനുവരി മുതൽ അക്കാഡമിയിൽ നടത്തിവരുന്നു. ജലാശയങ്ങളിലെ ഓളപ്പരപ്പുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സ്കൂബ പരിശീലനം, മലയിടുക്കുകളിലും അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ട താഴ്വരകളിലും പ്രവർത്തിക്കേണ്ട വിധം പരിശീലിപ്പിക്കുന്ന മൗണ്ടൻ റെസ്ക്യൂ പരിശീലനം, ജലാശയങ്ങളിലെ ശ്വസന സഹായി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം, ഇരുട്ടും പുകയും ചൂടും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുന്ന ഘട്ടത്തിൽ അഗ്നിസുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച് ശ്വസന സഹായി ഉപയോഗിച്ചുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ മാർഗങ്ങൾ തുടങ്ങിയവയും സുപ്രധാനമായ നിയമങ്ങൾ, യോഗ സെഷനുകൾ എന്നിവയും പരിശീലനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന അഗ്നിശമന വകുപ്പ് 1962 വരെ കേരള പോലീസിൻ്റെ ഭാഗമായിരുന്നു. 22/1/1963 നടപ്പാക്കിയ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരം കേരള പോലീസിൽ നിന്ന് വേർപെട്ട് കേരള ഫയർഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അഗ്നിശമന പ്രവർത്തനങ്ങളെ കൂടാതെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ പ്രവർത്തന പ്രാധാന്യം കണക്കിലെടുത്ത് 2002 ഈ സേനാ വിഭാഗത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യയിൽ 1887 ബോംബെ ഫയർ ബ്രിഗേഡ് നിലവിൽ വരികയും പിന്നീട് കൽക്കട്ടയിൽ 1888 മദ്രാസ് സിറ്റിയിൽ 1908 ഫയർ ബ്രിഗേഡുകൾ ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ ഫയർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചത് 1914 മദ്രാസിലാണ്. 1942 മദ്രാസ് ഫയർ സർവീസസും 1950 വെസ്റ്റ് ബംഗാൾ ഫയർ സർവീസസും നിലവിൽ വന്നു. 1947 UK ആദ്യത്തെ ഫയർ സർവീസസ് ആക്ട് ഉണ്ടായത്. അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പരാമർശിക്കുന്നു.
1986 ഈ പേര് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയത്. കേരളത്തിൽ അഗ്നിശമന സേനയെ 2002 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പുനർനാമകരണം ചെയ്തത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ശ്രീ അരുൺ അൽഫോൺസ് അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. പുരോഗമിച്ച ജീവിത രീതികളിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചു വരുന്ന വലിയ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വികസിത രാജ്യങ്ങളിലേതിന് സമാനമായ വാഹനങ്ങളും പരിശീലനങ്ങളും ആവശ്യമാണ്. ആയുധം മുൻനിർത്തി തീപിടുത്ത ഘട്ടത്തിൽ അകപ്പെട്ടു പോയി രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുന്നതിന് റേഡിയൻ്റ് താപം പ്രതിരോധിക്കുന്ന പ്രത്യേകതരം അഗ്നിസുരക്ഷാ വസ്ത്രങ്ങളും ശ്വസന സഹായി ഉപയോഗിച്ച് പ്രാണവായു ഇല്ലാത്തതും പുക നിറഞ്ഞതുമായ ഇടങ്ങളിൽ കടന്നു നിന്ന് തെരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുന്നതിനുള്ള ട്രെയിനിങ് ഓൺ ദി എഫക്റ്റീവ് യൂസ് ഓഫ് ടേൺ ഔട്ട് ഗിയർ വിത്ത് BSET ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു അഡ്വാൻസ്ഡ് ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ് എന്ന കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചവരാണ് ഇവർ. ജലാശയങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കാഴ്ച പരിമിതി ബുദ്ധിമുട്ട് ആകാറുണ്ട്. അത് മറികടക്കുന്നതിന് മനുഷ്യ സഹായമില്ലാതെ വെള്ളത്തിനടിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് സാധ്യമാകുന്ന അണ്ടർ വാട്ടർ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ബഹുനില കെട്ടിടങ്ങളിൽ പോലും കയറിച്ചെന്ന് ഉയർന്ന താപനിലയിലും തീപിടുത്തം നിയന്ത്രിക്കുന്ന റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വാഹനങ്ങളും ഇന്ന് സേനയുടെ ഭാഗമാണ്. കാലാവസ്ഥ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനം മറ്റേതൊരു നാട്ടിൽ നിന്നും വിഭിന്നമാണ്. സന്ദർശനത്തിനായും ആസ്വാദനത്തിനായും മറ്റും നമ്മുടെ നാട്ടിൽ ചെലവഴിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഈ സമയങ്ങളിൽ കുന്നിൻ മുകളിലും മലമടക്കുകളിലും അകപ്പെടുന്നവരെയും കിണറുകളിലും മറ്റും അകപ്പെടുന്നവരെയും രക്ഷിക്കുന്നതിനായി ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ പരിശീലനം നിലവിലെ പ്രാഥമിക പരിശീലനത്തിനൊപ്പം എല്ലാ പരിശീലനാർത്ഥികൾക്കും നൽകി വരുന്നു. 2018 ആരംഭിച്ച് പൊതുജനങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകരെ കണ്ടെത്തി പരിശീലനം നൽകി ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ ആപ്ത മിത്ര പരിശീലനം, പ്രഥമ ശുശ്രൂഷ മേഖലയിലെ വിദഗ്ധ പരിശീലനം എന്നിവയും നിലവിലെ പ്രാഥമിക പരിശീലനത്തോടൊപ്പം നടത്തിവരുന്നു. സർവീസിലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിൽ നിന്നും സ്കൂബ ബേസിക്, അഡ്വാൻസ്ഡ് പരിശീലനങ്ങൾ നൽകി ഇന്ത്യയിലെ ഫയർ സർവീസിന് കീഴിലെ തന്നെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഗ്യാനറ്റ്സ് 2025 നിലവിൽ വരികയും നിരവധി ജലരക്ഷാ ദൗത്യങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ കീഴിൽ ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ വാട്ടർ റെസ്ക്യൂ, ബേസിക് അണ്ടർ വാട്ടർ സ്കൂബ കോഴ്സ്, അഡ്വാൻസ്ഡ് അണ്ടർ വാട്ടർ സ്കൂബ കോഴ്സ് തുടങ്ങിയവ വിജയകരമായി നടത്തിവരുന്ന രാജ്യത്തെ ഫയർ സർവീസ് മേഖലയിലെ ഒരു പ്രമുഖ പരിശീലന കേന്ദ്രമാണ്. സർവീസിലെ മികച്ച സേനാംഗങ്ങളെ കണ്ടെത്തി സംസ്ഥാനത്തെ വിവിധ കോഴ്സുകൾക്ക് പുറമെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സേനാ വിഭാഗങ്ങളിൽ നിന്നും പ്രത്യേക പരിശീലനങ്ങൾ നൽകി രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്തിലുടനീളം വിവിധ രക്ഷാദൗത്യങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചു വരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ശ്രീ M. നൌഷാദ് അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു.
ത്രാണായ സേവാമഹേ എന്ന ആപ്തവാക്യത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന മഹത്തായ കർത്തവ്യം നിർവഹിക്കുന്നതിനു വേണ്ടി 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. കോരിച്ചൊരിയുന്ന മഴയെയും ചുട്ടുപൊള്ളുന്ന വെയിലിനെയും അവഗണിച്ച് രാപ്പകലെന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് അശ്രാന്തം പരിശ്രമിക്കുന്ന കേരള അഗ്നിശമന രക്ഷാവകുപ്പിനെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് ശ്രീ നിതിൻ അഗ്രവാൾ IPS DGP അവർകളാണ്. 1989 ബാച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനായ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ശ്രീ നിതിൻ അഗ്രവാൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ക്രമസമാധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ അഡീഷണൽ ഡയറക്ടർ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹം അതിർത്തി സുരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറലായും സേവനമനുഷ്ഠിച്ചു. 1987 ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദവും IIT ഡൽഹിയിൽ നിന്ന് MTech ബിരുദവും നേടി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സോഷ്യൽ സയൻസിൽ MPhilഉം നേടി. സുദീർഘ സേവനത്തിലുള്ള ഇന്ത്യൻ പോലീസ് മെഡൽ 2007 വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ 2015 അദ്ദേഹത്തിന് ലഭിച്ചു. ഇവിടെ യഥാർത്ഥ നായകർ പിറക്കുന്നു. സേവനം ആവശ്യപ്പെട്ട് വിളിക്കുന്ന ഓരോ കോളുകളിലും പുസ്തകത്താളുകളിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഒഴുക്കി ആർജിച്ചെടുത്ത നൈപുണ്യങ്ങൾക്കും അപ്പുറം ഓരോ ജീവനും താൻ തന്നെയാണെന്നുള്ള, ഓരോ വ്യക്തിയും തങ്ങൾ തന്നെയാണെന്നുള്ള മഹത്തരമായ ചിന്തയാണ് ഓരോ ഉദ്യോഗസ്ഥനും മനസ്സിൽ സൂക്ഷിക്കുന്നത്. അഗ്നിശമന രക്ഷാസേനയുടെ പരിശീലന ഘട്ടത്തിൽ നിരവധി ആന്തരിക ഗുണങ്ങൾ ഇവർ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അച്ചടക്കം, സാമൂഹികമായി ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട സഹകരണ മനോഭാവം, ധൈര്യം, നേതൃപാടവം, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനായി ഉള്ള കഴിവ് എന്നിവയാണവ. ബേസിക് ട്രെയിനിങ്ങിൽ നിരവധി ഫയർ സർവീസ് ഡ്രില്ലുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ മർദ്ദത്തിൽ വെള്ളം തീക്കുള്ളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നൈപുണ്യം ആർജിച്ചെടുക്കുന്നത് അന്തർദേശീയമായി ഉപയോഗിക്കുന്ന ഹോസ് ഡ്രിൽ, വാട്ടർ ടെൻഡർ ഡ്രിൽ, ട്രെയിലർ പമ്പ് ഡ്രിൽ, ഫോം ഡ്രിൽ, ഫയർ ഹൈഡ്രൻ ഡ്രിൽ എന്നിവ ഇവർ പരിശീലിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ മികവിനായി എഴുന്നേൽക്കാൻ കഴിയാത്ത അബോധാവസ്ഥയിലുള്ള ആളുകളെ ഒറ്റയ്ക്ക് ചുമലിലെടുത്ത് ലാഡർ വഴി താഴെ എത്തിക്കാൻ പിക്കിംഗ് അപ്പ് ഡ്രിൽ, ലാഡർ ഡ്രിൽ, ക്യാരിയിങ് ഡൗൺ ഡ്രിൽ തുടങ്ങിയവയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ മറ്റേതൊരു മേഖലയിലെയും മാറ്റത്തിനനുസരണമായി മുന്നേറുവാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് കഴിയുന്നുണ്ട്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും തുടങ്ങിയ ദുരന്തങ്ങളിലകപ്പെട്ട് വാർത്താവിനിമയ സംവിധാനങ്ങൾ പോലും തകർന്ന സാഹചര്യത്തിൽ ഫയർ സർവീസിൻ്റെ ബേസ് സ്റ്റേഷനിൽ നിന്നും റേഡിയോ വയർലെസ് കണക്ടിവിറ്റി നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. മുഖ്യ പരിശീലന കേന്ദ്രമായ വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമിക്ക് പുറമെ ജില്ലാ പരിശീലന കേന്ദ്രങ്ങളിലും വിവിധ ബേസിക് കോഴ്സുകൾ നടന്നു വരുന്നു. ദ്രുതഗതിയിൽ നഗരവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്തിലെ പ്രതിവർഷം ആയിരക്കണക്കിന് ബഹുനില മന്ദിരങ്ങളും ആഡംബര മന്ദിരങ്ങളും നിർമ്മാണം പൂർത്തിയാകുന്നു. ആയവയുടെ സേഫ്റ്റി സംബന്ധിച്ച് സുപ്രധാന പങ്ക് വഹിക്കുന്ന സേനാ വിഭാഗമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഇത്തരം കെട്ടിടങ്ങളിൽ അഗ്നിസുരക്ഷാ പരിശോധനകൾ നടത്തുകയും സുരക്ഷാ മോക്ക് ഡ്രില്ലുകളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരികയും ചെയ്യുന്നു. കെട്ടിട തകർച്ചകളും നിർമ്മാണ മേഖലയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളും മുൻനിർത്തി സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കും സേനാംഗങ്ങൾക്കും പ്രത്യേക പരിശീലനം നൽകുന്നതിനായി കൊളാപ്സ്ഡ് സ്ട്രക്ചർ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന കോഴ്സ് അക്കാദമിയിൽ പുതുതായി ആരംഭിക്കുന്നു. ഈ സുവർണ നിമിഷങ്ങളെ ധന്യമാക്കുവാൻ നാം ഇവർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആ വിശിഷ്ട വ്യക്തിത്വം ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ നിതിൻ അഗ്രവാൾ IPS DGP അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കും ഡൈസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതും തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിക്കുന്നതുമാണ്.
Ready for it, sir. തട്ടിയിട്ടോ മുള്ളിയുടെ വയ്ക്കും വണ്ടി ഇതിന് മാത്രം പോരാ അങ്ങ് ദൂരെ സൂര്യൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു. സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ, നീലാകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇവർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ സ്പന്ദനമായി മാറുന്നു. ഹിമാലയത്തിലെ മഞ്ഞുതുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടത്തിരമാലകൾ വന്നിക്കുന്ന കഴിഞ്ഞുപോയൊരു തലമുറയുടെ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന ഭാരതീയ ദേശത്തിൻ്റെ പ്രതീകമായ അശോക ചക്രാങ്കൃതമായ ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി വർഗവർണ്ണ ജാതി മത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് ത്യാഗമനോഭാവത്തോടെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. തുടർന്ന് ഇവർക്കുള്ള സത്യപ്രതിജ്ഞാവാചകം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ജില്ലാ ഫയർ ഓഫീസർ ശ്രീ ദിലീപ് SL അവർകൾ ചൊല്ലിക്കൊടുക്കുന്നതുമാണ്.
For all taking ceremony. Parade! ഇത് മാറ്റി ഇത് ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും പക്ഷഭേദം, സ്വജനപ്രീതി എന്നിവയ്ക്കതീതമായി എന്റെ പരമാവധി അറിവും കഴിവും ഉപയോഗിച്ച് നിർവഹിച്ചുകൊള്ളുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. Officers, go! Foot! Brothers, march out! ആ ഞാൻ മാറ്റാം. പ്രൗഢഗംഭീരമായ മാർച്ച് പാസ്റ്റ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയായി. പരേഡ് കോളം ഓഫ് ത്രീസിൽ മാർച്ച് ചെയ്ത് തുടർന്ന് 4 പ്ലട്ടൂണുകളും ആദ്യം സ്ലോ ടൈമിലും തുടർന്ന് ക്വിക്ക് ടൈമിലും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. Parade! Resolute! March! കൂടി സേഫ് അല്ലേ അവിടെ? Ready will move to Rajiv Column, please! Red! Right! Cut! Green balloon! Quick! March! മിക്സ് ചെയ്ത് കൊടുക്കാം. Number platoon! Steady! 2, steady! 3, steady! And number of platoon! Steady! Parade! Steady! Parade!
നയനമനോഹരമായ മൃദുപദ ചലനങ്ങളുടെ സ്ലോ മാർച്ചിന് ഇവിടെ തുടക്കമാകുന്നു. Ready will march marching column, it's no time. Number 1 platoon, leading. Number 1 platoon, advance by the right. Slow march. പരേഡ് കമാൻഡർ ശ്രീ മുഹമ്മദ് അമീർ ഷായി, സെക്കൻഡ് കമാൻഡർ ശ്രീ വിഷ്ണുസുബ്രഹ്മണ്യൻ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് 1ാമത്തെ പ്ലാറ്റൂണാണ്. ഈ പ്ലാറ്റൂണിനെ ശ്രീ ജ്യോതിഷ് കുമാർ നയിക്കുന്നു. അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് 3ാമത്തെ പ്ലട്ടൂണാണ്. ഈ പ്ലട്ടൂണിനെ ശ്രീ സന്ദീപ് സതീഷ് നയിക്കുന്നു. ദ്രുതപഥ ചലനങ്ങളുടെ ക്യുക്ക് മാർച്ച് ഇവിടെ ആരംഭിക്കുന്നു. Number 1 platoon, advance in 3, column of platoon. Right, turn. By the young man.
പരേഡ് കമാൻഡർ ശ്രീ മുഹമ്മദ് അജ്മൽ ഷായും സെക്കൻഡ് ഇൻ കമാൻഡർ ശ്രീ വിഷ്ണു മോഹനുമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്ന ശ്രീ ജ്യോതിഷ് കുമാർ നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് രണ്ടാമത്തെ പ്ലട്ടൂണാണ്. ഈ പ്ലട്ടൂണിനെ ശ്രീ അക്ഷയ് സിംഗ് നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്ന മൂന്നാമത്തെ പ്ലട്ടൂണാണ്. ഈ പ്ലട്ടൂണിനെ ശ്രീ സന്ദീപ് സതീഷ് നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് നാലാമത്തെ പ്ലട്ടൂണാണ്. ഈ പ്ലട്ടൂണിനെ ശ്രീ വിനീത് പി നയിക്കുന്നു. പരിശീലനം പൂർത്തീകരിച്ച ഈ 97 ട്രെയിനുകൾ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള മുന്നേറ്റത്തിൻ്റെ പ്രതീകമായി ഇവിടെ റിവ്യൂ ഓർഡർ മാർച്ച് നടത്തുന്നതും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. Railway advance interview order. വെച്ച് വെച്ച് Ready, set, on, back, march. General salute. Red salute. Red salute. ഇപ്പോൾ പരിശീലനത്തോടനുബന്ധിച്ച് വിവിധ മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ സേനാംഗങ്ങൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ്
ശ്രീ നിതിൻ അഗ്രവാൾ IPS DGP അവർകളാണ്. ആ ഞാൻ അവനെ ഫിക്സാണ്. ബെസ്റ്റ് ഇൻഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ 209 ശ്രീ പ്രദീപ് CC, തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക് പെരുമ്പിലാവ് ദേശത്ത് ചെറുവള്ളിയിൽ വീട്ടിൽ ശ്രീ ചന്ദ്രൻ്റെയും ശ്രീമതി മണിചന്ദ്രൻ്റെയും മകനായ പ്രദീപ് CC വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. വിജയം മാറ്റി കിട്ടുമോ? ബെസ്റ്റ് ഔട്ട്ഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ 210 ശ്രീ സുഹൈൽ VV, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ ബ്ലാത്തൂർ ദേശത്ത് വയലം വളപ്പിൽ വീട്ടിൽ ശ്രീ PP ഉമ്മറിൻ്റെയും ശ്രീമതി റുഖിയ VVയുടെയും മകനായ ശ്രീ സുഹൈൽ VV വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ 200 ശ്രീ വിഷ്ണു VS, കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കടക്കൽ ദേശത്ത് ചെറുകര പുത്തൻവീട് വീട്ടിൽ ശ്രീ വിജയകുമാർ ആറിൻ്റെയും ശ്രീമതി സിന്ധു ജിയുടെയും മകനായ ശ്രീ വിഷ്ണു VS വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഇൻഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 969 ശ്രീ സലിത് S പേരോത്ത്, തൃശൂർ ജില്ലയിൽ തൃശൂർ താലൂക്കിൽ വിയൂർ ദേശത്ത് പേരോത്ത് ഹൗസ് വീട്ടിൽ ശ്രീ PV ശശിധരൻ്റെയും ശ്രീമതി ലളിത PM-ൻ്റെയും മകനാണ് ശ്രീ സലിത് S പേരോത്ത്. വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 960 അഷ്കൽ K, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി താലൂക്കിൽ ചേലമ്പർ പ്രദേശത്ത് കൊളമ്പാട്ടിൽ വീട്ടിൽ ശ്രീ മുഹമ്മദ് കുട്ടിയുടെയും ശ്രീമതി മൈമൂനത്തിൻ്റെയും മകനായ ശ്രീ അഷ്കൽ K വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 956 ഷാനവാസ് PM, എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂർ ദേശത്ത് പടിഞ്ഞാറേക്കുടി വീട്ടിൽ ശ്രീ മുഹമ്മദിൻ്റെയും ശ്രീമതി റസിയയുടെയും മകനായ ശ്രീ ഷാനവാസ് PM വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു.
ഇപ്പോൾ വിശിഷ്ടാതിഥി സേനാംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിയെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സർ പ്ലീസ്. Shri Naushad, Director Training, Shri Arun Alphonse, Director Administration, Shri Rajesh, Academy Director. ഇവിടെ സന്നിധരായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഉദ്യോഗസ്ഥരെ, അക്കാഡമി സ്റ്റാഫ്, ഓഫീസേഴ്സ്, പ്രശിക്ഷണാർത്ഥികൾ, ഇവിടെ സന്നിധരായ രക്ഷാകർത്താക്കൾ, പ്രസ് മീഡിയനെ വന്ന നമ്മുടെ സഹൃദമാരെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരേഡ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാഡമിയിലെ കാഴ്ചവെച്ച എല്ലാ പ്രശിക്ഷണാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. നിങ്ങൾക്ക് ഈ പരിശീലനത്തിലെ പ്രശിക്ഷണം നൽകിയ ഓഫീസേഴ്സും ഇൻസ്ട്രക്ടർമാരും, നിങ്ങൾക്ക് ഈ പരേഡിനെ സുസജ്ജിതമാക്കിയ ഇൻസ്ട്രക്ടർമാർക്കും പ്രത്യേകിച്ച് ആശംസകൾ. ഈ പരേഡിന് കേരള പോലീസ് അക്കാഡമിയുടെ ഒരുപാട് സഹായമുണ്ടായിട്ടുണ്ട്. അവർക്കും ഞാൻ പ്രത്യേകം ആശംസയും നന്ദി പറയാണ്. 3 ദിവസത്തിൻ്റെ നാത്ത് നമ്മുടെ ഓഫീസേഴ്സിനെ ഷോ ഡ്രില്ല് പ്രശസ്തനാക്കി. ഈ അക്കാഡമിയുടെ പോലീസ് അക്കാഡമിയുടെ ഇൻസ്ട്രക്ടർമാർക്കും എൻ്റെ പ്രത്യേകം നന്ദി. നിങ്ങൾ ഇത്രയും മാസം ഈ അക്കാഡമിയിൽ കഠിനമായ പരിശീലനം നേടി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കർത്തവ്യത്തിന് ബോധം എഴുതി, നിങ്ങളുടെ ഡിസിപ്ലിൻ പഠിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം നേടിയ നിങ്ങളെല്ലാവരും ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ സേവനം നൽകാൻ വരികയാണ്. ഇത് ഒരു പ്രത്യേകം ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഓർമ്മ എന്നും ഉണ്ടാവും ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇത് ബോധമുണ്ടാവണം. നിങ്ങൾ ഒരു വളരെ കഠിനമായ, വളരെ പ്രാധാന്യമായ ഒരു മഹത്തായ സേവനം സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത എഴുതിയിരിക്കുകയാണ്. ഈ പാതയിലേക്ക് നിങ്ങൾക്ക് പ്രേരിപ്പിച്ച, നിങ്ങൾക്ക് അയച്ച നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിന് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സേവനം വളരെ ഷോർട്ട് നോട്ടീസിൽ നൽകേണ്ട ഒരു വകുപ്പാണ് ഇത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഡ്രില്ല് തന്നെ പറയുന്നുണ്ട്, 1 മിനിറ്റിൻ്റെനകത്ത് വണ്ടി പുറത്തിറങ്ങണം, ക്രൂ ഫോളിൻ ആകണം, 3 മിനിറ്റിൻ്റെനകത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകണം. അപ്പോൾ ഇത്രയധികമായിട്ടുള്ള പ്രോംപ്റ്റ്നെസ് വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാണിക്കാൻ ഉള്ള SOP ഉണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഡിസിപ്ലിനും നിങ്ങളുടെ ഫിറ്റ്നസ്സും നിങ്ങളുടെ കർത്തവ്യബോധം ഒക്കെ എല്ലാം ടോപ്പ് ക്വാളിറ്റിയാണ് വേണ്ടത്. നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ നല്ല പ്രാകൃതിക സൗന്ദര്യമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എത്രയധികം ടൂറിസ്റ്റ് ഇവിടെ വരാറുണ്ട്. പക്ഷേ ഇവിടെ കുറേയധികം പ്രാകൃതിക ദുരന്തമുണ്ടായിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ആയാലും വെള്ളപ്പൊക്കമായാലും ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ എല്ലാ നാച്ചുറൽ കലാമിറ്റീസിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒട്ടേറെ അവസരങ്ങളിൽ നമ്മുടെ ജീവനക്കാരെ അവരുടെ സേവനം നൽകി നാട്ടുകാരുടെ
ജീവനത്തിനും സ്വത്തിനും സുരക്ഷ നൽകിയിട്ടുണ്ട്. ഇത് ചെയ്തു വരവേ നമ്മുടെ കുറേ ആൾക്കാരെ ജീവനം ബലിയർപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ സേവനം നൽകാൻ ആരംഭിക്കുന്ന ഒരു ദിവസത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യ രാജ്യവും കേരളവും വളരെ വേഗത്തിൽ പ്രോഗ്രസ് ചെയ്യാണ്. അപ്പോൾ ഈ പ്രോഗ്രസിൻ്റെ ഒപ്പം തന്നെ കുറേയധികം ചാലഞ്ചസ് വെല്ലുവിളി നമുക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മൾട്ടി സ്റ്റോറീസ് ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മൾട്ടി സ്റ്റോറീസ് 100 മീറ്റേഴ്സ് ഹൈറ്റിന് കൂടുതലുള്ള ബിൽഡിങ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫയർ ഫൈറ്റിംഗ് വളരെ ചാലഞ്ചാണ്. ആ ചാലഞ്ച് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പുതിയ മെഷീൻസ് വേണം, നമുക്ക് കുറച്ച് മോഡേണൈസേഷൻ വേണം. അതിനെ സംബന്ധിച്ച് നമ്മൾ ഏരിയൽ ലാഡർ പ്ലാറ്റ്ഫോം അങ്ങനെയുള്ള മെഷീൻസൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മെഷീൻസ് ഉടനെ വരും, കുറച്ച് പ്രോസസ്സിലാണ്. അപ്പോൾ ഇതുമെല്ലാം നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ സേവനം ഉയർന്ന ബിൽഡിങ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവും. പുതിയ നയം വരുന്നുണ്ട്, പുതിയ ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്. ദാറ്റ് ഓൾസോ ബ്രിങ്സ് ചാലഞ്ചസ്. ആ വെല്ലുവിളിക്ക് നിങ്ങൾ എന്നും തയ്യാറായിരിക്കണം, സജീവമായിരിക്കണം, ജാഗ്രതമായിരിക്കണം. സമൂഹം എന്താ സംഭവിക്കുന്നു, അതിന് നമുക്ക് എന്താ ചാലഞ്ചാണ്, അതിന് ഡിപ്പാർട്ട്മെൻറ്റും പറയും. പക്ഷേ നിങ്ങൾ ഓരോരോ ആൾക്ക് അതിൻ്റെ ഉള്ള ജാഗ്രത ആവശ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെല്ലാം പഠിക്കണം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി ധാരാളം ഒരു ചെറിയ കോഴ്സസ് ഉണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് അതിൻ്റെ ഉപയോഗം എടുക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും, നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. ഇതിൻ്റെ കൂടെ നമ്മുടെ ഫിറ്റ്നസ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആണ് വേണ്ടത്. മെൻ്റൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ ഫിറ്റ്നസ്സും. പൊതുവെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിറ്റ്നസ് ലെവൽ വളരെ ടോപ്പ് ക്ലാസ്സാണ്. പക്ഷേ ഇത് നമുക്ക് റിട്ടയർമെൻറ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഹെൽത്ത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങളത് മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ ഒരു സ്വത്താണ്. ഇത് മനസ്സിലാവണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഇവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡ് ശുഭപര്യവസാനത്തിലേക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ ഇവർ യാത്ര പറയട്ടെ. Passing out parade over. Kindly give the wheel of the parade, sir. Parade! March! പരേഡിൻ്റെ ദിവസറ്റതും സർവോപരി ഹൃദയസ്പർശിയമായൊരു ചടങ്ങാണ് ഇനി നടക്കുന്നത്. ഈ ആർദ്ര നിമിഷങ്ങൾ അനർത്ഥമാക്കാൻ നമുക്കിപ്പോൾ പിരിയാം, പിന്നീട് ഒത്തുചേരാം.
എന്ന ആശയം ഉൾക്കൊള്ളുന്ന വേർപാടിൻ്റെയും വിജയത്തിൻ്റെയും ഇണമായ സ്കോട്ടിഷ് കവി റോബർട്ട് ബേൺസ് എഴുതിയ ഓൾഡ് ലാങ് സൈൻ എന്ന ബാൻഡ് വാദ്യം ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഒരു ജന്മകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ അനവധി മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി ഇവർ വിടവാങ്ങുന്നു. From this and in succession, in 3, in slow time. Passing out break over, sir.
എന്തിനല്ലോ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളെ ആദരിക്കുന്നതും ഒപ്പം നമ്മുടെ വകുപ്പിൽ പുതുതായി രൂപീകരിച്ച ബ്രാസ് ബാൻഡ് വിഭാഗത്തെ നയിച്ച റിട്ടയർഡ് ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ കെ ഹരിദാസ് അവരുകളെയും ആദരിക്കുന്നു. പരേഡിൽ പങ്കെടുത്ത മുഴുവൻ പേരും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി റിട്ടയർഡ് ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഹരിദാസ് അവർകളെയും അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ നിതിൻ അഗ്രവാൾ അവർകളെയും ക്ഷണിക്കുന്നു. അടുത്തതായി സ്കൂബ മെഡൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങാണ്. ഓരോരുത്തരായി ആ ബാഡ്ജ് ഏറ്റുവാങ്ങേണ്ടതാണ്. സ്കൂബ ബാഡ്ജ് ഏറ്റുവാങ്ങുന്നതിനായി ആദ്യമായി അമൽരാജ് FRO 6122 കട്ടപ്പന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗം. രഞ്ജിത്ത് R FRO 7101, പ്രവീൺ P FRO 7125, C FRO 8210, രഞ്ജിത്ത് R FRO 7017, ജിബു G FRO 7357, കൃഷ്ണദാസ് C FRO 8328, വിനോദ് M FRO 6570, രമേഷ് S FRO 6723, സതീഷ് R FRO 7028, സുനിൽ കുമാർ K FRO 7036, വികാസ് PR FRO 7224, രാജേഷ് P FRO 6520, രമാകാന്ത് KK ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ 2506, ജോൺ ബ്രിട്ടോ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെക്കാനിക് 2391, ദാസൻ FRO 8363. ഘടികാരത്തിന്റെ അളവുകോലിൽ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. പ്രപഞ്ചതാളം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഓടിക്കിതയ്ക്കുന്ന നഗരമധ്യത്തിൽ നിന്നും നിത്യവിശുദ്ധിയാർന്ന ഗ്രാമങ്ങളിൽ നിന്നും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭരണചക്രത്തിൻ്റെ ചലനങ്ങളിൽ തൻ്റെ കർമ്മശേഷി യഥേഷ്ടം നൽകുന്നവർ നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ്സ് ഡയറക്ടർ ജനറൽ ശ്രീ നിതിൻ അഗ്രവാൾ IPS DGP അവർകൾക്കും ജനപ്രതിനിധികൾക്കും പരിരക്ഷയുടെയും ത്യാഗത്തിൻ്റെയും പടവാൾ ഉറയിലിട്ട് സാമൂഹിക ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളിലും നിതാന്ത ജാഗ്രതയോടെ ഉറ്റുനോക്കുന്ന കേരള പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ ചടങ്ങുകൾ വർണ്ണങ്ങൾ ചേർത്ത് ചാലിച്ചെടുത്ത് തന്മയത്വത്തോടെ സമകാലീന കാലഘട്ടത്തിൻ്റെ ഏടുകളിൽ എന്നെന്നും പതിച്ചു വയ്ക്കുവാൻ ഇവിടെ വന്നു ചേർന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോടും തങ്ങളുടെ ഉറ്റവർ കർമ്മഭൂമിയിലേക്ക് കാലൂന്നത് ദർശിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ചുറ്റും എന്നും നന്മയുടെ കാഴ്ചകൾ മാത്രം കാണുവാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ എല്ലാ അഭ്യുദയ കാംക്ഷികളോടും ഈ ധന്യമുഹൂർത്തത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരോടും ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊള്ളട്ടെ.